താഴോട്ട് പോകും. വീണ്ടും ഉപവസിക്കും, പ്രാർത്ഥിക്കും, കുറച്ചും കൂടെ കയറി വരും, വീണ്ടും എന്ത് ചെയ്യും? താഴോട്ട് പോകും. നമ്മുടെ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ബാറ്റിംഗ് പോലെ നമ്മുടെ ആത്മജീവിതം ആ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നും പൊങ്ങിയും വീണ്ടും താണുകൊണ്ടിരിക്കും. ആ ചില മൂല കാരണങ്ങളുണ്ട്. നമ്മളെല്ലാത്തിനും സാത്താനെ കുറ്റം പറയും. സാത്താന് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് യാതൊരു പ്രവൃത്തിക്കും അധികാരമില്ല. എന്നാൽ നമ്മുടെ അകത്തുള്ള ചില കുഴപ്പങ്ങൾ നമ്മൾ കണ്ടെത്താത്തത് കൊണ്ടും അതിന് സൗഖ്യവും വിടുതലും ശുദ്ധീകരണവും പ്രാപിക്കാത്തതും കൊണ്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ താഴോട്ട് പോകുന്നത്. അതിൻ്റെ ഫലമായി നമ്മുടെ അകത്ത്, നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും ബന്ധനങ്ങളും ഉണ്ടാകുന്നു, തകർച്ചകളുണ്ടാകുന്നു. അപ്പോൾ പകൽ ചിന്തിക്കുന്ന വിഷയം റൂട്ട്സ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് സിക്നെസ് ആൻഡ് ബോണ്ടേജസ്. എല്ലാ തരത്തിലുമുള്ള രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും തകർച്ചകളുടെയും മൂലകാരണങ്ങളാണ്. ഓക്കെ, സോ ഞങ്ങൾ ആ വിഷയം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പഠിക്കാനും ഒരു സൗഖ്യപ്രാർത്ഥനയും വിടുതലിൻ്റെ പ്രാർത്ഥനയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും പകൽ വരണം. ഒരാളെ ഉള്ളെങ്കിലും ഞാൻ വചനം പഠിപ്പിക്കും. ഓക്കെ, ഒരാളെ ഉള്ളെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. കാരണം എനിക്കറിയാം, ഒരു വ്യക്തിയെ ആത്മാവിൽ തയ്യാറാക്കുന്നതാണ് ഞങ്ങളുടെ ശുശ്രൂഷ. ആമേൻ. കർത്താവിന് ഒരു കൂട്ടം പ്രഷ്യസ് സ്റ്റോൺസ്, ഡയമണ്ടുകളെ വേണം, കുറവൊക്കെ തീർത്ത്, ആമേൻ, പണി പൂർത്തീകരിക്കപ്പെട്ട തികഞ്ഞ ശുദ്ധീകരണം പ്രാപിക്കുന്ന തേജസ്സേറിയ വ്യക്തികളെ ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ഒരു വ്യക്തിക്കാണ് മിനിസ്ട്രി ആവശ്യമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ ഉള്ളെങ്കിലും പകലത്തെ ക്ലാസ് ഞാൻ എടുക്കും. ആ വ്യക്തിക്ക് വേണ്ടി പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വന്നാട്ടെ. നമ്മൾ ഇന്നലെ കണ്ടു തുടങ്ങിയത് നമ്മെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശമായിരുന്നു. ആ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും മനുഷ്യൻ എന്ത് ചെയ്തു? വീണുപോയി. ആ വീണുപോയ മനുഷ്യനെ അവൻ്റെ വീഴ്ചകളൊക്കെ പരിഹരിച്ച് അവൻ്റെ തിരികെ വിലയ്ക്ക് വാങ്ങി സഭയിലാക്കി വെച്ച് അവനെ സമ്പൂർണ്ണമായി ശുദ്ധീകരിച്ച് വീണ്ടും നിത്യതയിലേക്കും അവനെ സൃഷ്ടിച്ച നിത്യപദ്ധതിയിലേക്കും മടക്കി കൊണ്ടുപോകുന്നതാണ് വേദപുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ഞാൻ പറഞ്ഞു, ഇത് ഏറ്റവും ലളിതമായ പുസ്തകമാണ്. ഈ പുസ്തകത്തോടുള്ള നമ്മുടെ സമീപനം മാറണം. ഇതെടുക്കണം, നാം ഇത് വായിക്കാൻ തുടങ്ങണം. ഇത്ര ശ്രേഷ്ഠമായതൊന്നും ഈ ലോകത്തിലില്ല. ഇതിൻ്റെ രുചി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തേനിലും തേൻകട്ടയെക്കാട്ടിലും മധുരമാണ്. അക്ഷരികമായിട്ട് അങ്ങനെ തന്നെ. പക്ഷേ ബുദ്ധിപരമായ ഒരു വായന ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ആമേൻ. ഇതിനകത്തുള്ള വചനങ്ങൾ നിങ്ങളുടെ അകത്ത് പ്രകാശിക്കുകയും അതിൻ്റെ ജീവനും ആത്മാവും അകത്ത് വരികയും ചെയ്യുമ്പോഴാണ് അത് തേനിലെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മധുരമാകുന്നത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ സെഷനുകൾ അവസാനിക്കും മുമ്പായിട്ട് എങ്ങനെ പുസ്തകം വായിക്കണമെന്നും എങ്ങനെ ഇതിനകത്തു നിന്നും ദൈവത്തിൻ്റെ ശബ്ദം, ദൈവജീവൻ പ്രാപിക്കണമെന്നും പറ്റുമെങ്കിൽ ഞാനൊരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ, നമ്മൾ ഇന്നലെ കണ്ടതായിരുന്നു. ഇന്നലെ ഇല്ലാത്തവരുണ്ട്, പുതിയ ആൾക്കാർ, ഇന്നലെ വരാത്തവർ. ഓക്കെ, വൈകിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു. അതായത് ദൈവത്തിന് ഒരു കുടുംബം ആവശ്യമാണ്. ദൈവത്തിന് അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരവുമുള്ള ഒരു കൂട്ടം പുത്രന്മാരെയും പുത്രിമാരെയും ആവശ്യമാണ്. ദൈവത്തിൻ്റെ കുടുംബമായിട്ടാണ്, അവൻ്റെ മക്കളായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചത്. രണ്ടാമത്, ദൈവത്തിന് അവനെ തന്നെ, അവൻ്റെ സകല ഗുണഗണങ്ങളും, അവൻ്റെ വിശുദ്ധിയും അവൻ്റെ നീതിയും അവൻ്റെ തേജസ്സുമൊക്കെ നമ്മിലൂടെ വെളിപ്പെടുത്താനായിട്ട് അവൻ ആഗ്രഹിച്ചു. മൂന്നാമത്, ദൈവത്തിന് നമ്മുടെ കൂട്ടായ്മ ആവശ്യമായിരുന്നു. ദൈവത്തിന് നമ്മുടെ കൂടെ താമസിക്കണം. ഓക്കെ, ഇതൊക്കെ വേദപുസ്തകത്തിലെ വളരെ പ്രധാനമായ അടിസ്ഥാനപരമായ ഉപദേശങ്ങളാണ്.
നമ്മെ സൃഷ്ടിച്ചതിൻ്റെ മറ്റുദ്ദേശം ദൈവത്തിൻ്റെ ഭൂമിയിൽ, അവൻ്റെ സൃഷ്ടികളുടെ മേൽ ആധിപത്യം നടത്താൻ രാജാക്കന്മാരായിട്ട് സൃഷ്ടിച്ചത്. മറ്റൊന്ന്, നമ്മെ അവൻ്റെ രാജ്യമായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നും, ഈ നിത്യതയിൽ നിന്നും മനുഷ്യൻ എന്ത് ചെയ്തു? വീണുപോയി. ആ വീഴ്ചയിൽ അവന് ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. ഓക്കെ, ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ തകർച്ചയുടെയും അടിസ്ഥാന കാരണം ആദമിൻ്റെ വീഴ്ചയാണ്. ഓക്കെ, വീഴ്ച എന്ന് ഞാൻ പറയുമ്പോൾ അവൻ പാപത്തിൽ വീണു എന്നല്ല പറയുന്നത്. അവൻ പാപം ചെയ്ത് തന്നെ സൃഷ്ടിച്ച നിത്യ ദൈവിക പദ്ധതിയിൽ നിന്നും എന്ത് ചെയ്തു? വീണുപോയി. എന്നാൽ മനുഷ്യൻ്റെ വീഴ്ച ദൈവത്തിൻ്റെ അവനോടുള്ള തൻ്റെ പദ്ധതിക്ക് മാറ്റം വരുത്തിയില്ല. കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു കർത്താവ് മാനവജാതിയുടെ നഷ്ടങ്ങളെ മുഴുവനും അവൻ്റെ മേൽ വഹിച്ച് ക്രൂശിൽ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി പ്രായശ്ചിത്തമായി തീർന്നു. എന്നിട്ട് എല്ലാ ആത്മീയ നന്മകളും എന്തൊക്കെ ആദാം നഷ്ടപ്പെടുത്തിയോ അതെല്ലാം നമുക്ക് ക്രൂശിൽ എന്ത് ചെയ്തു? തിരികെ തന്നു. അതിന് നമ്മൾ ഡിവൈൻ എക്സ്ചേഞ്ച് ഓൺ ദ ക്രോസ് എന്ന് പറഞ്ഞു. മറ്റൊന്ന്, വാട്ട് ഹാപ്പൻ ടു മീ ഓൺ ദ ക്രോസ്. കർത്താവിനോട്, യേശുവിനോട് പിതാവാം ദൈവം എന്തെല്ലാം ചെയ്തുവോ അതെല്ലാം നമ്മോടും ചെയ്തതായി ദൈവം കണക്കാക്കുക. യേശു നമ്മുടെ പകരക്കാരൻ. ആമേൻ. യേശുവിനോട് ചെയ്തതെല്ലാം നമ്മോടും ചെയ്തതായി കണക്കാക്കുക. യേശുവിന് സംഭവിച്ചതെല്ലാം നമുക്കും സംഭവിച്ചതായിട്ട് കണക്കാക്കുക. അവൻ നമ്മുടെ പാപം ചുമന്നു, അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇത്രയും കാര്യം ദൈവഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സംഭവിച്ചു കഴിഞ്ഞു. ദൈവഹൃദയത്തിൽ നമ്മുടെ പാപം മാറ്റപ്പെട്ടു, നമ്മുടെ ശിക്ഷ മാറ്റപ്പെട്ടു, നമ്മുടെ ക്രൂശുമരണം മാറ്റപ്പെട്ടു, നമ്മുടെ അടക്കം മാറ്റപ്പെട്ടു. അടക്കം കഴിഞ്ഞു, ഉയർപ്പ് കഴിഞ്ഞു. ഇപ്പോൾ നാം ദൈവഹൃദയത്തിൽ എവിടെ ഇരിക്കുക? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ക്രിസ്തുവിൽ ഇരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിൽ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അവിടെ പല കാര്യങ്ങളും മറ്റു പറഞ്ഞു. അങ്ങനെ നമ്മെ കർത്താവ് എന്ത് ചെയ്തു? പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും, നിത്യമായ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത് നമ്മെ എവിടാക്കി വെച്ചു? സഭയിലാക്കി വെച്ചു. അപ്പോൾ നാം എവിടെയാണ്? സഭയാണ്. സഭ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ജനത്തെ, മണവാട്ടിയെ ഒരുക്കിയെടുക്കുന്ന സ്ഥലമാണ്. പാപം ക്ഷമിച്ചുവെങ്കിലും ആ പാപമുണ്ടാക്കിയ എല്ലാ നഷ്ടങ്ങളും ഇപ്പോൾ എവിടെ ഉണ്ട്? നമ്മുടെ അകത്തുണ്ട്. ക്രൂശിൽ നമുക്ക് നിയമപരമായ വിടുതൽ നൽകിയെങ്കിലും ഉണ്ടായ തകർച്ചകളൊക്കെ ഇപ്പോഴെവിടെയുണ്ട്? നമ്മിലുണ്ട്. ഇനി സഭയിലാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കുക. ഞാൻ പറഞ്ഞത് ഇത് വളരെ ആഴമേറിയ മർമ്മമാണ്. സഭ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സഭയിൽ നടക്കേണ്ട ശുശ്രൂഷ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? തികഞ്ഞവനാക്കണം. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവിൽ അവൻ എത്തിക്കണം. ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ പോലെ സമ്പൂർണതയുള്ള മറ്റൊരു കൂട്ടം പുത്രന്മാരെയും പുത്രിമാരെയുമാണ്. ആമേൻ. യേശുവിന് തുല്യമായ, യേശുവിന് സമമായ ഒരു കൂട്ടം പുത്രന്മാരെയും പുത്രിമാരെയും അവൻ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മെ ഇപ്പോൾ സഭയിലാക്കി വെച്ചിട്ട് യേശുവിൻ്റെ രൂപത്തോട് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? പണിതുകൊണ്ടിരിക്കുക. അതാണ് സഭയിൽ നടക്കേണ്ടത്. മറ്റെല്ലാ കാര്യങ്ങളെയും നമ്മൾ ബോധപൂർവം ധരിച്ചു കളയണം. ഈ ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന എല്ലാ കാര്യങ്ങളെയും സഭ ബോധപൂർവം എന്ത് ചെയ്യണം? വിട്ടുകളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചും പണമുണ്ടാക്കിയും ലോകത്തിൻ്റെ സിസ്റ്റങ്ങളൊക്കെ സഭയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ആത്മീയത്തെ കൊന്നുകളയരുത്. ഞാനിവിടെ വന്നത് നിങ്ങളെ ആരും സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഓക്കെ, ഞാൻ കൃത്യമായ കാര്യം പറയുക.
വേറെ ഒന്നിലും ഇടപെടരുത്. ജീവൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം വിട്ടു മാറിക്കണം. ആമേൻ. ഇറ്റ്സ് എ വാർണിംഗ് ഫ്രം ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്ന് എന്ത് ചെയ്യണം? മാറി നിന്ന് വേണം. നമ്മൾ ലക്ഷ്യം എന്തുവാ? ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരണം. എൻ്റെ നിത്യതയ്ക്ക്, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, എൻ്റെ വിശുദ്ധീകരണ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിട്ട് ഞാൻ മാറിക്കോണം. ഓക്കെ, സിസ്റ്റങ്ങളും ഈ സമ്പ്രദായങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. നിങ്ങൾ മാറിക്കോണം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിച്ചോണം. അല്ലെങ്കിൽ നിത്യതയിൽ നമുക്ക് ഭയങ്കരമായ നഷ്ടമുണ്ടാകും. അതുകൊണ്ടാണ് ഈ പ്രവാസകാലം ഭയത്തോടൊക്കെ കഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ഓക്കെ, അപ്പോൾ ഈ സഭയിലാക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നത്, മൂവിങ് ഓൺ ടു പെർഫെക്ഷൻ. എന്താ? ആ പൂർണ്ണതയിലേക്ക്, ക്രിസ്തുവിൻ്റെ തികവിലേക്ക്, അവൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മെ അവൻ വളർത്തിയെടുക്കുക. അങ്ങനെ ആ വിശുദ്ധീകരണം പൂർണ്ണമാകുമ്പോൾ അവൻ മടങ്ങി വന്ന് എന്ത് ചെയ്യും? നമ്മെ വീണ്ടും നിത്യതയിലേക്ക് മടക്കിക്കൊണ്ടുപോകും. അവിടെ നിത്യതയിൽ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ സമ്പൂർണ്ണ ഉദ്ദേശത്തിൽ നാം ജീവിക്കാൻ തുടങ്ങും. ആമേൻ. ക്ലിയർ? സോ എന്താ വേദപുസ്തകം? നിത്യമായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും വീണുപോയ നമ്മെ തൻ്റെ പുത്രനെ അയച്ച് വിലയ്ക്ക് വാങ്ങി സഭയിലാക്കി വെച്ച് നമ്മെ സമ്പൂർണ്ണമായി ശുദ്ധീകരിച്ച് വീണ്ടും നിത്യതയിലേക്കും നിത്യമായ പദ്ധതിയിലേക്കും മടക്കിക്കൊണ്ടുപോകുന്നു. ഇത്രയേ ഉള്ളൂ വേദപുസ്തകം. ആമേൻ. ഞാൻ വീണ്ടും ആവർത്തിക്കാതെ, ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ നിന്നും വീണുപോയ മനുഷ്യനെ തൻ്റെ പുത്രനെ നൽകി വിലയ്ക്ക് വാങ്ങി സഭയിലാക്കി വെച്ച് അവൻ്റെ വീണുപോയ ആത്മദേഹി ദേഹത്തെ സമ്പൂർണ്ണമായി ശുദ്ധീകരിച്ച് അവനെ തിരികെ നിത്യതയിലേക്കും സൃഷ്ടിപ്പിൻ്റെ നിത്യമായ ഉദ്ദേശത്തിലേക്കും മടക്കി കൊണ്ടുപോകുന്നു. അതാണ് വേദപുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങൾ ഈ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ 2 അധ്യായം എത്തുമ്പോൾ ഈ സൃഷ്ടിപ്പിൻ്റെ യഥാസ്ഥാപനം, റെസ്റ്റോറേഷൻ വ്യക്തമാക്കുന്നു. ശരിയല്ലേ? ഉൽപ്പത്തി 1, 2, 3 അധ്യായങ്ങൾ പർപ്പസ് ഓഫ് ക്രിയേഷനാണ്. നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശമാണ്. നമ്മളതിന് വീണുപോയി. ഇനി വെളിപ്പാടിലെത്തുമ്പോൾ മനുഷ്യനെ മാത്രമല്ല ദൈവം റെസ്റ്റോർ ചെയ്യുന്നത്, ഭൂമിയെ പോലും എന്ത് ചെയ്യുക? റെസ്റ്റോർ ചെയ്യുക. എല്ലാ ജീവജാലങ്ങളെ റെസ്റ്റോർ ചെയ്യുക, എല്ലാം പുതുക്കുകയാണ്. അതാണ് അവസാനത്തെ 2 അധ്യായങ്ങളിൽ റെസ്റ്റോറേഷനാണ്. അതിനിടയ്ക്കുള്ള ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം തുടങ്ങി വെളിപ്പാട് 20-ാം അധ്യായം വരെ ചരിത്രം എന്തുവാ? പ്രോസസ് ഓഫ് റെസ്റ്റോറേഷൻ അല്ലേ? പ്രോസസ് ഓഫ് റെസ്റ്റോറേഷനാണ്. അപ്പം ഉൽപ്പത്തി തുടങ്ങി അവസാനത്തെ ഭാഗം വരെയും ദൈവം എന്ത് ചെയ്യുക? ഈ നഷ്ടപ്പെട്ടു പോയ സൃഷ്ടികളെ, മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇത്രയും ചിന്ത നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഇനി നമ്മുടെ വേദപുസ്തക വായന ഒരു സാധാരണ വായനയിൽ നിങ്ങൾക്ക് കാര്യമെല്ലാം ഗ്രഹിക്കാൻ പറ്റും. ഈ മെസ്സേജ് നമ്മുടെ അകത്തുണ്ടാകണം. എന്തുവാ ദൈവം ചെയ്തത്? എന്താ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാളെ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്രയും ബോധ്യം നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ പ്രായോഗികമായ ആത്മീയ ജീവിതത്തിൽ ഈ നിത്യതയിലേക്ക് ഒരുങ്ങുമ്പോൾ, നാം വളരുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായ ചില ശക്തമായ ഉപദേശങ്ങൾ ആവശ്യമാണ്. അടിസ്ഥാനമില്ലെങ്കിൽ നമുക്ക് സൂപ്പർ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അടിസ്ഥാനം എത്രയും സ്ട്രോങ് ആയിരിക്കുന്നുവോ അത്രത്തോളം മാത്രമേ നമുക്ക് ബിൽഡിങ്ങും അതിൻ്റെ ആ സ്ട്രെങ്ത്, അതിൻ്റെ ആ ബലം നമുക്കുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു പഠിപ്പിക്കൽ, ഒരു ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. ഞാൻ ഇന്ന്
ആ ഡിവൈൻ എക്സ്ചേഞ്ചിനകത്ത് നിന്നും ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിൻ്റെ നീതി ഇല്ലേ? പറഞ്ഞു, അവൻ നമ്മുടെ പാപത്തെ വഹിച്ചു, ദൈവം യേശുവിനെ പാപമാക്കി. ആ ദൈവം യേശുവിനെ പാപമാക്കിയപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? ദൈവത്തിൻ്റെ നീതി ലഭിച്ചു. ആ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. റോമാലേഖനം 1-ാം അധ്യായം. നമ്മൾ ഈ പഠനത്തിൽ റോമാലേഖനം 1-ാം അധ്യായം തുടങ്ങി 10-ാം അധ്യായം വരെ പഠിക്കും. റോമാലേഖനം 1-ാം അധ്യായം. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാൻ വേണ്ടി പോവുകയാണ്. റോമാലേഖനം 1-ാം അധ്യായം തുടങ്ങി 10-ാം അധ്യായം വരെ വായിക്കണം. എന്നിട്ട് 2-3 വാക്കുകൾ കണ്ടുപിടിക്കണം. ഒന്ന്, ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. മറ്റൊന്ന് റൈറ്റ്യസ്നെസ്, നീതി. മറ്റൊന്ന് റൈറ്റ്യസ്, നീതിമാൻ. ഇനി അതിൻ്റെ കൂടെ ജസ്റ്റിഫയർ, നീതീകരിക്കുന്നവൻ, ജസ്റ്റിഫൈഡ്, നീതീകരിക്കപ്പെട്ടു, ജസ്റ്റ്, ഇങ്ങനെ പദങ്ങളുണ്ട്. ഓക്കെ, മലയാളത്തിൽ വായിക്കുന്നവർ എന്തൊക്കെ കണ്ടുപിടിക്കണം? നീതീകരണം, നീതി, നീതിമാൻ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ജസ്റ്റിഫയർ, ജസ്റ്റിഫിക്കേഷൻ, ജസ്റ്റിഫൈഡ്, ജസ്റ്റ്, റൈറ്റ്യസ്, റൈറ്റ്യസ്നെസ്, ഇത്തരം പദം കണ്ടുപിടിക്കണം. റോമാലേഖനം വായിക്കാനായിട്ടൊരു അരമണിക്കൂർ മതി. അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. പഠിക്കാൻ ഞാൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? വെറുതെ വായിച്ചാൽ മതി. ഈ പദങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ചുറ്റും ഒരു റൗണ്ട് മാർക്കിങ് ചെയ്യണം. ഓക്കെ, അണ്ടർലൈൻ പോരാ, എന്ത് ചെയ്യണം? ഒന്ന് വട്ടം വരച്ചിടണം. അങ്ങനെ 10 അധ്യായം വായിച്ചിട്ട് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ പേജിലും എത്ര തവണയാണ് ഈ പദങ്ങൾ വന്നിരിക്കുന്നത്. ഏകദേശം 60 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ പദങ്ങൾ കാണും. ആമേൻ. 60 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഏകദേശം ഈ പദങ്ങൾ കാണും. നിങ്ങൾ അത്ഭുതപ്പെടും. അപ്പം നിങ്ങളത് വായിച്ചില്ലെങ്കിൽ, ഞാനിത് പഠിപ്പിച്ചാൽ നിങ്ങൾ ചിന്തിക്കും ഇത് മറ്റൊരു ഉപദേശമാണെന്ന്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ തന്നെ വായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെയാണോ എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പുസ്തകം പരിശോധിക്കണം. നമുക്ക് പാരമ്പര്യമായ പല അറിവുകളുമുണ്ട്. ആ അറിവുകൾ മിക്കപ്പോഴും വചനത്തോട് ചേർന്ന് വരണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നെന്ത് ചെയ്യണം? നിങ്ങൾ പുസ്തകം പരിശോധിക്കണം, സമയമെടുക്കണം, വചനം വായിക്കാൻ സമയമെടുക്കണം. ഈ ദിവസങ്ങളിൽ ദയവായിട്ട് നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിച്ച് ഇന്നും നാളെയുമായിട്ട് ഒന്ന് വായിക്കണം. ഓക്കെ, 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം നാം വായിക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമൻ ചാപ്റ്റർ 1:16-17. നോക്കിയേ, പോൾ പറയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് എന്തില്ല? ലജ്ജയില്ല. ഓർക്കണം, ചില നാളുകൾക്ക് മുമ്പ് വരെ സുവിശേഷമെന്ന് കേട്ടാൽ അവന് ലജ്ജ മാത്രമല്ല, ഭ്രാന്തും കൂടെയായിരുന്നു. ഓക്കെ, അങ്ങനെ ഭ്രാന്ത് പിടിച്ച് സുവിശേഷത്തിൻ്റെ വക്താക്കളെ കൊന്നും മുടിച്ചവനാണ് ആര്? പൗലോസ്. അദ്ദേഹം പറയാ, ഇപ്പോൾ എനിക്ക് ആ സുവിശേഷത്തെക്കുറിച്ച് എന്തില്ല? ലജ്ജയില്ല. ലജ്ജിക്കാൻ പണ്ടൊരു കാരണമുണ്ടായിരുന്നു. ദൈവം കൊടുത്ത വിശുദ്ധമായ ന്യായപ്രമാണത്തിന് തികച്ചും എതിരായിട്ടാണ് ഈ സുവിശേഷം അന്നത്തെ സഭ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ, ന്യായപ്രമാണത്തിൽ
അനേകമായ കൽപ്പനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഈ കൽപ്പനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരുത്തൻ്റെ പാപം മോചിച്ച് അവനെ രക്ഷിച്ച് അവനെ നീതീകരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഈ വിശ്വാസികൾ പറയുന്നു, ഒന്നും ചെയ്യേണ്ട, ഒരു അനുഷ്ഠാനങ്ങളും വേണ്ട, ഒരു യാഗവും വേണ്ട, ഒരു വഴിപാടും വേണ്ട, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങ് വിശ്വസിച്ചാൽ നീ അങ്ങ് രക്ഷിക്കപ്പെടും, അങ്ങ് നീതീകരിക്കപ്പെടും, പാപം മോചിക്കപ്പെടും. അപ്പോൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന ഒരുവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ പാപമോചനവും രക്ഷയും നീതീകരണവും വരുമെന്നൊക്കെ പറഞ്ഞാൽ ഒരു യഥാർത്ഥ യഹൂദന് അത് വളരെ അപമാനമാണ്. ന്യായപ്രമാണ പ്രകാരം മരത്തിന്മേൽ തൂങ്ങുന്നവൻ ആരാ? ശപിക്കപ്പെട്ടവനാ. അത്ര ഹീനമായ മരണം പ്രാപിച്ച ഒരുവൻ്റെ നാമത്തിൽ പാപമോചനമോ? പൗലൂസിനെ പോലെ തീവ്രവാദിയായ പരീശനായ ന്യായപ്രമാണം മുഴുവനും ഗ്രഹിച്ചു വച്ചിരിക്കുന്ന, അതിനകത്ത് അജഞ്ചല്ല നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അസഹിക്കാൻ പറ്റത്തില്ല. അവൻ അപമാനമായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഭ്രാന്തി പിടിച്ച് ദൈവത്തിൻ്റെ ജനത്തെ കൊന്നുമുടിച്ചത്. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവം അവനെ സന്ദർശിച്ചു. ഈ സത്യം അവനെന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ് സുവിശേഷമെന്ന് ദൈവം അവന് കാണിച്ചു കൊടുത്ത് പറയാണ്, എനിക്കിപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എന്തില്ല? ലജ്ജയില്ല. എന്താ കാരണം? ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടത് സുവിശേഷത്തില്ല. അർത്ഥം, യഹൂദൻ്റെ ന്യായപ്രമാണത്തിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടില്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളായിരുന്നു? കൽപ്പന മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ സുവിശേഷത്തിൽ എന്തു വെളിപ്പെട്ടു? ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. എന്തിനു വേണ്ടിയാ? ഒരുവനെ രക്ഷിക്കുവാൻ. കണ്ടോ? അപ്പോൾ സുവിശേഷം എന്തുകൊണ്ടുവരുന്നു? ദൈവത്തിൻ്റെ രക്ഷ കൊണ്ടുവരുന്നു. രക്ഷയെന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും പറയേണ്ടത് ഗാഡ് സാൽവേഷൻ, ദൈവത്തിൻ്റെ രക്ഷയെന്ന് പറയണം. കാരണം രക്ഷ ആരുടേതല്ല, മനുഷ്യൻ്റേതല്ല, പിന്നെ ആരുടേതാണ്? ദൈവത്തിൻ്റേതാണ്. അപ്പോൾ സുവിശേഷത്തിൽ എന്ത് വരുന്നു? ദൈവത്തിൻ്റെ രക്ഷ വരുന്നു. രണ്ടാമത് അതിൻ്റെ വാക്യം 17, അതിൽ, ഏതിൽ? സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി, ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. അപ്പോൾ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ രക്ഷ മാത്രമല്ല വെളിപ്പെട്ടത്, എന്തും കൂടെ വെളിപ്പെട്ടു? ദൈവത്തിൻ്റെ നീതിയും കൂടെ വെളിപ്പെട്ടു. ഓക്കെ, അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പ്രാപിക്കുന്നു. എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ നീതിയും ഒരുമിച്ച് പ്രാപിക്കുക. നിങ്ങൾ രണ്ടും കൂടെ ഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉറപ്പുണ്ടാകത്തില്ല. എനിക്കറിയാം, ദൈവമക്കൾക്ക് എല്ലാവർക്കും രക്ഷയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് നമുക്ക് കാര്യമായ ബോധ്യമില്ല. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷ മാത്രമല്ല, പിന്നെന്തും കൂടെയാണ്? ദൈവത്തിൻ്റെ നീതിയും കൂടെയാണ്. പിന്നെ പറയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ അർത്ഥം, നമ്മൾ കൊടുക്കുന്ന അർത്ഥം എന്ന് പറയാമോ? ഞാൻ പണമൊന്നും ചോദിക്കാതെ, കടമൊന്നും വാങ്ങിക്കാതെ, ആരുടെയും സപ്പോർട്ടില്ലാതെ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നൊരർത്ഥമാണ് നമ്മൾ ഇത്തരം വാക്കുകൾക്ക് കൊടുക്കുന്നത്. അതൊന്നുമല്ല ഇതിനർത്ഥം. നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് നീതിമാനായിത്തീരുന്നു. ആമേൻ. അവൻ എങ്ങനെ ജീവിക്കും? അവൻ ജീവിക്കുന്നത് എങ്ങനെയാ? ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ വർക്ക്സ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലല്ല അവൻ രക്ഷിക്കപ്പെട്ട് നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെടുന്നത്, മറിച്ച് വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൻ ദൈവരക്ഷ പ്രാപിക്കുന്നു, ദൈവത്തിൻ്റെ
നീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട് ആരായിത്തീരുന്നു? ദൈവത്തിൻ്റെ നീതിമാനായിത്തീരുന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് തുടങ്ങി നിങ്ങൾ റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായം എത്തുമ്പോൾ 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ തുടങ്ങിയ രക്ഷയെക്കുറിച്ചുള്ളത് എവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്? 1:9 രക്ഷിക്കപ്പെടും. അപ്പം അതിനകത്തുള്ള കാര്യം എന്ത് പറയുക? എങ്ങനെ രക്ഷിക്കപ്പെടാമെന്ന് പറയുക. ഓക്കെ, ഇനി 10-ാം വാക്യം, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. കണ്ടോ നിങ്ങൾ? ഹൃദയം കൊണ്ട് നീ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാ? നീതി പ്രാപിക്കാൻ വേണ്ടിയാ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. കണ്ടോ നിങ്ങൾ? 1-ാം അധ്യായം 16-ഉം 17-ഉം വാക്യത്തിൻ്റെ പൂർത്തീകരണമാണ് 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. ഹൃദയം കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് വായ് കൊണ്ട് അവനെ കർത്താവെന്ന് പറയുമ്പോൾ നാം എന്തൊക്കെ പ്രാപിക്കുക? രക്ഷയും പ്രാപിക്കുന്നു, ദൈവത്തിൻ്റെ നീതിയും പ്രാപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ എന്തുവായി ദൈവത്തിൻ്റെ രക്ഷയെന്നും ദൈവത്തിൻ്റെ നീതി എന്നും അറിയാൻ കഴിയുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശരിയായ അടിത്തറ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ പെട്ട് നാം വീണുപോകും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈറ്റ്യസ്നെസ്, നീതിയുടെ കവചം എന്ന ഒരു ആയുധമുണ്ട്. ശരിയാണോ? എന്താണ് നീതിയുടെ കവചം? എന്തിനാ? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാനാ. എന്തുവായി നീതിയുടെ കവചം? എന്താ നീതിയുടെ കവചം? നമ്മുടെ അകത്ത് വന്ന് നാം പ്രാപിച്ച ദൈവനീതിയുടെ ശരിയായ കൺവിക്ഷൻ, ഉറപ്പാണ് എന്ത്? നീതിയുടെ കവചം. അപ്പോൾ നീതി പ്രാപിച്ച് അത് നീതിയുടെ കവചമായി മാറ്റപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് പിശാചിൻ്റെ മുമ്പാകെ ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയത്തില്ല. മനസ്സിലാകുമോ? അപ്പം ഞാൻ നിങ്ങളെ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്ത തരികയാണ്. ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച് അല്ലേ, അവിടെ നീതിയുടെ കവചവുമുണ്ട്, രക്ഷയുടെ ഹെൽമറ്റും ശിരസ്ത്രവുമുണ്ട്. റോമാലേഖനം 1:16 പറഞ്ഞത് രക്ഷയും നീതിയും നാം സുവിശേഷത്തിൽ നിന്ന് പ്രാപിക്കുകയാണ്. അത് എങ്ങനെ പ്രാപിക്കുമെന്ന് 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം പറഞ്ഞു. രക്ഷയും നീതിയും എങ്ങനെ പ്രാപിക്കും? ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, യേശുവിനെ വിശ്വസിക്കുമ്പോൾ നീതി പ്രാപിച്ചു. വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ എന്ത് പ്രാപിച്ചു? രക്ഷ പ്രാപിച്ചു. ഇനി മുന്നോട്ട് വരുമ്പോൾ ഇതൊരു ആത്മീയ ആയുധമായി മാറ്റപ്പെടുകയാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ഇതൊരു ആയുധവർഗമാകുകയാണ്. അവിടെ ഇതെത്തുമ്പോൾ ഈ നീതി എന്തായി തീർന്നു? നീതിയുടെ കവചമായി തീർന്നു. രക്ഷ എന്തായി തീർന്നു? രക്ഷയുടെ ഹെൽമറ്റായി തീർന്നു. അപ്പോൾ ഈ രക്ഷയുടെ കവചവും രക്ഷയുടെ ശിരസ്ത്രവും നീതിയുടെ കവചവും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയത്തില്ല. അവൻ ആത്മീയത്തിൽ എന്നും പരാജയപ്പെട്ട് കിടക്കും. ഇനി റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു. 17 ഏകൻ നിമിത്തം എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും, കണ്ടോ, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആരാണ് ഈ ജീവനിൽ വാഴ്ച നടത്താൻ പോകുന്നത്? വചനം പറഞ്ഞത് നമുക്ക് ഈ ജീവനിൽ എന്തുണ്ട്? ഒരധികാരമുണ്ട്.
ഒരു വാഴ്ചയുണ്ട്, ഒരു ഭരണമുണ്ട്. പക്ഷെ ആർക്ക് വാഴാൻ പറ്റും എന്ന് വെച്ചാൽ, പാപത്തിൻ്റെ മേൽ നമുക്കൊരു വാഴ്ചയുണ്ട്, പിശാചിൻ്റെ മേൽ നമുക്കൊരു വാഴ്ചയുണ്ട്, ലോകത്തിൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. നമുക്ക് അധികാരമുണ്ട്, വാഴാൻ പറ്റും. പക്ഷെ ആർക്കാ വാഴാൻ പറ്റുന്നത്? ദൈവകൃപയുടെയും ദൈവനീതിയുടെയും സമൃദ്ധി പ്രാപിച്ചവർക്കാ. മനസ്സിലാകുമോ? അപ്പോൾ ദൈവനീതിയുടെ സമൃദ്ധി നമ്മുടെ അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ അധികാരത്തോടു കൂടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പിശാചിൻ്റെയും മുമ്പിൽ നമ്മൾ പരാജയപ്പെടുന്നവരായിരിക്കും. നമുക്ക് വാഴ്ച നടത്താൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഒരു പ്രധാനപ്പെട്ട ചില ചിന്തകൾ പറഞ്ഞു. സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ രക്ഷയും നീതിയും വെളിപ്പെട്ടു. അത് റോമാലേഖനം 1-ാം അധ്യായം വാക്യം 16-ഉം 17-ഉം വ്യക്തമാക്കുന്നു. മുന്നോട്ടുള്ള ഓരോ പേജുകളിലും അതിൻ്റെ വ്യക്തമായ പഠിപ്പിക്കലാണ്. 10-ാം അധ്യായം വരുമ്പോൾ ഇത് എങ്ങനെ പ്രാപിക്കാം എന്ന് രേഖപ്പെടുത്തുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നീതി പ്രാപിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുമ്പോൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് ക്രമേണ ഈ രക്ഷയും നീതിയും എന്തായി മാറ്റപ്പെടുക? സർവായുധ വർഗമായി മാറ്റപ്പെടുക. എന്തിനാ? പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർക്കാൻ. രക്ഷയുടെ ഹെൽമറ്റായി മാറ്റപ്പെട്ടു. നീതിയുടെ കവചമായി മാറ്റപ്പെട്ടു. ഓക്കെ, ആ നീതിയുടെ കവചമുള്ളവർക്ക് മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഇനി പിശാച് തന്ത്രങ്ങൾ ജയിക്കുക മാത്രമല്ല, നമുക്ക് ഈ ഭൂമിയിൽ വാഴേണ്ട ആവശ്യമുണ്ട്. നാം എന്നും പരാജയപ്പെടുന്ന ആൾക്കാരല്ല. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതിന് നമുക്ക് എന്താവശ്യമാണ്? ഈ ദൈവനീതിയുടെ സമൃദ്ധി ആവശ്യമാണ്. ഇത്ര മനസ്സിലാകുമോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. വായിച്ച് ഞാൻ പറഞ്ഞ ഈ 2-3 പദങ്ങൾ എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്തിടണം. എന്തൊക്കെയാ? ജസ്റ്റിഫിക്കേഷൻ, റൈച്ചസ്നെസ്, ജസ്റ്റിഫയർ, ജസ്റ്റിഫൈഡ്. ഈ വാക്കുകളൊക്കെ കണ്ടുപിടിച്ച് റൗണ്ട് മാർക്ക് ചെയ്യണം. പിന്നെ ദൈവാത്മാവ് നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും. ആമേൻ. ഇതിൻ്റെയൊക്കെ ഒരു അറിവ് പകരാനേ പറ്റത്തുള്ളൂ. നിങ്ങളെ ശരിക്കും പഠിപ്പിക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ നീതിയും രക്ഷയൊക്കെ നമ്മുടെ അകത്ത് എന്തായി തീരണം? രക്ഷയുടെ ശിരസ്ത്രവും നീതിയുടെ കവചവുമായി മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പോടുകൂടി ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. ഈ ദൈവത്തിൻ്റെ രക്ഷ എന്നതിൻ്റെ അർത്ഥം എന്തുവാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമുണ്ട്, അല്ലേ? അടിസ്ഥാനം ഉറപ്പിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായി തോന്നുകയാണ്. എന്തുവാ സാൽവേഷൻ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സാൽവേഷൻ? കുഞ്ഞുങ്ങൾ, ആർ യു സേവ്ഡ്? യെസ്. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സാൽവേഷൻ? പാസ്റ്റർ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്, അർത്ഥമൊന്നും ചോദിക്കരുത്. ഓക്കെ, എന്താ രക്ഷ? സാൽവേഷൻ മീൻസ് ഡെലിവറൻസ് ഫ്രം ദ പണിഷ്മെൻറ്റ്. ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് എന്ത്? രക്ഷ. എന്താണ്? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. വൈ പണിഷ്മെൻറ്റ്? എന്തുകൊണ്ടാണ് ശിക്ഷ? നമുക്കറിയാം, ബിക്കോസ് ഓഫ് സിൻ. പാപത്തിൻ്റെ ഫലമാണ്, പാപത്തിൻ്റെ അനന്തരഫലമാണെന്ത്? ശിക്ഷ. വാട്ട് ഈസ് ദ പണിഷ്മെൻറ്റ്? എന്തോ ശിക്ഷ? നിത്യമായ മരണമാണ്. ആമേൻ. നിത്യമായ മരണമാണ്. ഇനി എന്താ പരിഹാരമാർഗം? നമ്മുടെ പാപത്തെ ദൈവം യേശുവിൻ്റെ മേൽ കൊടുത്തു. ഓക്കെ, യേശുവിനെ നമ്മുടെ സ്ഥാനത്ത് കണ്ട് നമുക്ക് തരേണ്ട ശിക്ഷ ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. എൻ്റെ സ്ഥാനത്ത് യേശുവിനെ എനിക്ക് പകരമായി ശിക്ഷിച്ചു.
എന്നിട്ട് ആ ശിക്ഷയിൽ നിന്നും എന്ത് ചെയ്തു? എന്നെ അങ്ങ് വിടുവിച്ചു. ഞാൻ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ഇനി എനിക്കെന്തില്ല? ശിക്ഷയില്ല. കാരണം എന്താ? എൻ്റെ പാപം യേശു എടുത്തു, എൻ്റെ ശിക്ഷയും എന്ത് ചെയ്തു? അവൻ അനുഭവിച്ചതുകൊണ്ട് ഇനി എനിക്കെന്തില്ല? ശിക്ഷയില്ല. എനിക്കിനി എന്തില്ല? നിത്യമായിരിക്കുന്ന മരണമില്ല. ആ നിത്യമായ മരണത്തിൽ നിന്നും ദൈവം എന്നെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. അതാണ് എന്ത്? രക്ഷ എന്നതിൻ്റെ അർത്ഥം. രക്ഷയെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മിതമായിരിക്കുന്നെങ്കിലും അർത്ഥവും വെളിപ്പാടും ഒക്കെ ഉണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. എന്താ ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ? സുവിശേഷത്തിൽ രക്ഷ വെളിപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. എന്താ രക്ഷ വെളിപ്പെട്ടത്? ദൈവം നമ്മുടെ പാപത്തെ യേശുവിൻ്റെ മേൽ ചുമത്തി, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ പകരക്കാരനായ യേശുവിന് കൊടുത്ത്, അവനെ ശിക്ഷിച്ചിട്ട്, നമുക്ക് പകരം അവനെ ശിക്ഷിച്ചിട്ട് നമ്മെ എന്ത് ചെയ്തു? ശിക്ഷയിൽ നിന്നും അങ്ങ് വിടുവിച്ചു. ഇനി ഇതിൽ ദൈവത്തിൻ്റെ നീതി എന്തുവാ? എന്താ ദൈവത്തിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ? ഞാൻ 1-2 വാക്യങ്ങൾ വേഗത്തിൽ കാണിക്കാം. യെശയ്യാ പ്രവചനത്തിൽ 53-ാം അധ്യായം 11-ാം വാക്യം. ഐശ്യ 53:11 പറഞ്ഞു വായിച്ചു. നോക്കിയേ, അവിടെ പറയുകയാണ് നീതിമാനായ എൻ്റെ ദാസൻ. അതാരാണ്? യേശുക്രിസ്തുവാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം മുഴുവനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും സഭയുടെ ജനനത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുക. ഓക്കെ, വളരെ ശ്രേഷ്ഠമേറിയ അധ്യായമാണിത്, യെശയ്യാവിൻ്റെ 53-ാം അധ്യായം. അവിടെ യേശുവിനെ നീതിമാനായ ദൈവത്തിൻ്റെ കാര്യസ്ഥനായി രേഖപ്പെടുത്തിയിരിക്കുക, നീതിമാനായ ദൈവത്തിൻ്റെ ദാസനായി രേഖപ്പെടുത്തിയിരിക്കുക. ഈ നീതിമാനായ ദാസൻ ഭൂമിയിലേക്ക് വന്നിട്ട് അനേകരുടെ പാപങ്ങൾ എന്തു ചെയ്യാണ്? തൻ്റെ മേൽ വഹിക്കുക. അങ്ങനെ അനേകരുടെ പാപങ്ങളെ വഹിച്ചിട്ട് അവൻ അനേകരെ എന്തു ചെയ്യും? നീതീകരിക്കും എന്ന് പറയുക. എന്തുവാ നീതീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം? നീതീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത വണ്ണം ദൈവം ഒരു വ്യക്തിയെ കണക്കാക്കുന്നതാണ്. ജസ്റ്റിഫിക്കേഷൻ മീൻസ് ഗാഡ് കൺസിഡേഴ്സ് യു ജസ്റ്റ് ആസ് ഇഫ് യു ഹാവ് നെവർ സിൻഡ്. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത വണ്ണം ദൈവം ഒരുവനെ കണക്കാക്കുകയാണ്. അതെങ്ങനെയാ? നീതിമാനായ ദാസൻ്റെ മേൽ നമ്മുടെ പാപത്തെ എന്ത് ചെയ്യുന്നു? ചുമത്തുന്നു. എന്നിട്ട് അവൻ നമ്മുടെ ശിക്ഷ വഹിക്കുന്നു. അതിനുശേഷം അവനിൽ വിശ്വസിക്കുന്നവരെ ദൈവം എന്തു ചെയ്യുന്നു? ജസ്റ്റിഫൈ ചെയ്യുന്നു. ദൈവം എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. ഇനി പത്രോസിലേക്ക് വന്നാട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. 1 Peter 2:24. നാം പാപത്തിന് മരിച്ച്, സംബന്ധിച്ചെന്ന് പറഞ്ഞ അർത്ഥമൊന്നുമില്ല അവിടെ. വി ഡൈ ടു സിൻ. നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. നോക്കണമേ, ആ വാക്യം നോക്കണമേ. യെശയ്യാവ് പറഞ്ഞത് അവൻ നമ്മുടെ പാപത്തെ തൻ്റെ മേൽ ചുമന്നു. ഓക്കെ, അതിൻ്റെ ഫലം എന്തുവാ? ദൈവം നമ്മെ നീതീകരിക്കുന്നു, ജസ്റ്റിഫൈ ചെയ്യുന്നു. ഇവിടെ പത്രോസ് പറയുമ്പോൾ ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്തു. എന്താണ്? നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. ഓക്കെ, ആ വെളിപ്പാട് ആർക്ക് ലഭിച്ചില്ല? യെശയ്യാവിന് ലഭിച്ചില്ല. യെശയ്യാവിന് കിട്ടിയ വെളിപ്പാട് യേശുക്രിസ്തു വരുമ്പോൾ
നമ്മുടെ പാപം അവൻ ചുമക്കുമെന്നും തന്നിമിത്തം നമുക്ക് എന്ത് വരുമെന്നുമാ? നീതീകരണം വരുമെന്നുമാ. പക്ഷേ പത്രോസിൻ്റെ വെളിപ്പാട് അല്പം കൂടെ കൂടിയതാണ്. നീതി മാത്രമല്ല ലഭിക്കുന്നത്, യേശു നമ്മുടെ പാപത്തെ വഹിച്ചതുകൊണ്ട് നാം പാപത്തിന് മരിച്ചവരായി തീരുകയും ചെയ്യും. എന്താ അർത്ഥം? ഇനി നാം പാപം ചെയ്യേണ്ട ആവശ്യം കൂടെയില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപമോചനം മാത്രമല്ല, സുവിശേഷം എന്ന് പറഞ്ഞാൽ നീതീകരണം മാത്രമല്ല, അത് പാപത്തിൻ്റെ മേലുള്ള ജയവും കൂടെയാണ്. അതും കൂടെ പറയുന്നില്ലെങ്കിൽ സമ്പൂർണ്ണ സുവിശേഷമാകത്തില്ല. നമ്മൾ പാപമോചനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ, രക്ഷ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് സമ്പൂർണ്ണ സുവിശേഷമാകത്തില്ല. പാപത്തിൻ്റെ മേൽ നമുക്ക് ആത്യന്തികമായി ജയവും കൂടെയുണ്ട്. ആമേൻ. ഇവിടെ പീറ്റർ പറയുകയാണ്, നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെയും ചുമന്നുകൊണ്ട് എന്ത് ചെയ്തു? ക്രൂശിൽ മേ കയറി. നമുക്ക് സൗഖ്യം വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ശാരീരിക സൗഖ്യം മാത്രമല്ല. ശാരീരിക സൗഖ്യം ഇവിടെ ഉണ്ട്. പക്ഷെ പാപസൗഖ്യം വരുമ്പോഴാണ് എന്ത് വരുന്നത്? ശാരീരിക സൗഖ്യം വരുന്നത്. ഞാൻ സൗഖ്യത്തിനെതിരല്ല. പകലത്തെ ക്ലാസ്സുകൾ മുഴുവനും സൗഖ്യത്തിൻ്റെ ക്ലാസ്സുകളാണ്. പക്ഷെ ഇവിടെ വ്യക്തമാക്കുന്നത് ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സൗഖ്യമാണ്. എന്ന് വെച്ചാൽ പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എല്ലാമുള്ള സമ്പൂർണ്ണ സൗഖ്യമാണ്. ആമേൻ. അപ്പോൾ യെശയ്യാവും പത്രോസും പറയുന്ന വാക്കുകൾ കണ്ടു നിങ്ങൾ. അവൻ നമ്മുടെ പാപത്തെ ചുമന്നു. അതിൻ്റെ അനന്തരഫലം എന്തുവാ? നമുക്ക് നീതീകരിക്കപ്പെടാൻ പറ്റുന്നു. നാം പാപത്തിന് മരിച്ചവരായിത്തീരുന്നു. ഒരു വാക്യം കൂടെ യെശയ്യാവിൽ കാണിക്കേണ്ട ആവശ്യമുണ്ട്. യെശയ്യാവ് 53:6 വാക്യം, ഐശയ്യ 53:6. യെസ്, ശ്രദ്ധിക്കണമേ. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നോക്കിയേ, പിതാവാം ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് നമ്മുടെ പാപത്തെ പുത്രൻ്റെ മേൽ ചുമത്തി. എന്നതിൽ പറഞ്ഞല്ലോ, യേശുക്രിസ്തു നമ്മുടെ പകരക്കാരനായിട്ടാണ് ഭൂമിയിൽ വന്നത്. ക്രൈസ്റ്റ് came this world as a substitute in place of us. നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ പകരക്കാരനായിട്ട് വന്നു. ഒന്നാമത് യെശയ്യാവ് 53:6 വാക്യപ്രകാരം പിതാവാം ദൈവം നമ്മുടെ സകല ജനത്തിൻ്റെയും നമ്മുടെ സകലുടെയും പാപത്തെ, നമ്മുടെ അകൃത്യത്തെ എവിടെ ചുമത്തി? പുത്രൻ്റെ മേൽ ചുമത്തി. നോക്കിയേ, ഇനി ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മുടെ മേൽ കണക്കിടുന്നില്ല. എന്താ കാരണം? പുത്രൻ്റെ മേൽ ചുമത്തി കഴിഞ്ഞു. ആമേൻ. നിങ്ങൾ കുഞ്ഞുങ്ങൾ കരഞ്ഞോട്ടെ, നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. പുത്രൻ്റെ മേൽ നമ്മുടെ പാപത്തെ ചുമത്തിയെങ്കിൽ ഇനി ദൈവം നമ്മുടെ മേൽ പാപത്തെ ചുമത്തുന്നില്ല. കാരണം ദൈവം നമ്മളെപ്പോലല്ല, അവൻ നീതിമാനായ ന്യായാധിപനാണ്. അവൻ ഒരിക്കൽ ചെയ്തത് എന്നേക്കുമായി സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. സകല മാനവജാതിയുടെയും പാപത്തെ എവിടെ ചുമത്തി? പുത്രൻ്റെ മേൽ ചുമത്തി. രണ്ടാമത്, പുത്രൻ നമ്മുടെ പാപത്തെ അവൻ്റെ സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അതാണ് നമ്മൾ കണ്ട ആ വേദഭാഗങ്ങൾ. ഒന്ന്, പിതാവാം ദൈവം നമ്മുടെ പാപത്തെ പുത്രൻ്റെ മേൽ ചുമത്തി. രണ്ട്, പുത്രൻ നമ്മുടെ പാപത്തെയും ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പുത്രൻ നമ്മുടെ പാപത്തെ ചുമന്നിരിക്കിയാൽ ഇനി നാം പാപത്തെ ചുമക്കേണ്ട ആവശ്യമില്ലെന്ന്. ഞാൻ പറഞ്ഞത്, ഈ സൗഖ്യം നടക്കുന്നത് വചനത്തിൻ്റെ വെളിപ്പാടില്ല. നിങ്ങൾക്ക് ഈ വെളിപ്പാടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും പാപത്തെയും ചുമന്നുകൊണ്ട് നടക്കും. ഹേമേ, യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ വന്നത് നമ്മുടെ പാപത്തെ ചുമക്കാനാ. എൻ്റെ സ്ഥാനത്ത് അവൻ വന്ന് ഞാൻ ചുമക്കേണ്ട പാപത്തെ അവൻ ചുമന്നതുകൊണ്ട് ഇനി ഞാൻ പാപത്തെ ചുമക്കുന്നില്ല.
ചുമക്കേണ്ട ആവശ്യമില്ല എന്ന വചന വെളിപ്പാട് എൻ്റെ അകത്ത് വരുമ്പോൾ ഞാൻ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തുടങ്ങും. നമ്മുടെ പ്രയത്നഫലം കൊണ്ടൊന്നുമല്ല സൗഖ്യമാകുന്നത്, വിടുവിക്കപ്പെടുന്നത്. പിതാവാം ദൈവം പുത്രനിലൂടെ നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് തിരിച്ചറിവിലാണ് നാം സൗഖ്യമാകുന്നത്. നിങ്ങൾ തത്വം അറിയണം, നമ്മുടെ എഫേർട്ട് കൊണ്ടല്ലെന്ന്, നമ്മുടെ കഠിനാധ്വാനം കൊണ്ടല്ല, ദൈവം ചെയ്ത് തികച്ചതിലുള്ള നമ്മുടെ തിരിച്ചറിവാണ്, നമ്മുടെ പ്രകാശനമാണ്, അതിലുള്ള നമ്മുടെ വിശ്വാസമാണ്. അത് നാം ഏറ്റുപറഞ്ഞു തുടങ്ങുമ്പോൾ ആ പിതാവാം ദൈവം യേശുക്രിസ്തുവിൽ എന്തൊക്കെ പൂർത്തീകരിച്ചുവോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറവേറ്റപ്പെടാൻ തുടങ്ങും. അതാ ആത്മീയ ജീവിതം, അതാ സുവിശേഷം. ഓക്കെ, രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, പിതാവാം ദൈവം നമ്മുടെ പാപത്തെ പുത്രൻ്റെ മേൽ ചുമത്തി. രണ്ട്, പുത്രൻ നമ്മുടെ പാപത്തെയും ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. മൂന്ന്, 2 Corinthians 5:21, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പദം കണ്ടോ? നാം അവനിൽ, ക്രിസ്തുവിൽ എന്താകണം? ദൈവത്തിൻ്റെ നീതിയാകണം. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. ആമേൻ. ക്രിസ്തുവിൽ നാം ദൈവത്തിൻ്റെ നീതിയാകുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാം എങ്ങനെയാണ് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകുന്നത്? അവൾ പറയുന്നു, പാപം അറിയാത്തവനെ. എന്താ അർത്ഥം? യേശു കർത്താവ് പാപം അറിഞ്ഞിട്ടില്ല. എന്താ അർത്ഥം? യേശു പാപം അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ പാപം ചെയ്തിട്ടില്ല എന്നർത്ഥം, പാപം അനുഭവിച്ചിട്ടില്ല എന്നർത്ഥം. യേശുവിന് പാപത്തെ അറിയാം. എങ്ങനെ അറിയാം? അവൻ്റെ ജ്ഞാനത്തിലൂടെ അറിയാം. അവൻ ഭൂമിയിൽ വരും മുമ്പ് തന്നെ സ്വർഗത്തിലിരിക്കുമ്പോൾ പാപം എന്താണെന്ന് അവൻ്റെ ദിവ്യമായ ജ്ഞാനത്തിലൂടെ അവനറിയാം. അവൻ ഭൂമിയിൽ വരും മുമ്പ്, ശരീരം ധരിക്കും മുമ്പ്, സ്വർഗത്തിലിരിക്കുമ്പോൾ തന്നെ രോഗമെന്താണെന്ന് അവൻ്റെ ജ്ഞാനത്തിലൂടെ അറിയാം. ഇവിടെയാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം അവൻ ഭക്ഷിച്ചപ്പോൾ ഉണ്ടായ നഷ്ടം ഇതാണ്. വ്യക്തമാക്കാം. ദൈവം പറഞ്ഞു, ഈ ഭക്ഷിച്ചാൽ നീ മരിക്കുമെന്ന് പറഞ്ഞു, ഇല്ലേ? സാത്താൻ പറഞ്ഞു, നീ മരിക്കത്തില്ല, ആരെപ്പോലാകും? ദൈവത്തെപ്പോലാകുമെന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? ശരിയാണോ? ശരിയാ. പിന്നീട് ദൈവം പറയുന്നു, മനുഷ്യൻ ഇപ്പോൾ നമ്മിൽ ഒരുത്തനെ പോലെ ആയി. എന്തിനാ? നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയി. അപ്പോൾ സാത്താൻ കള്ളം പറഞ്ഞു? ഇല്ല. പക്ഷെ വലിയ ചതി അതിനകത്തുണ്ടായിരുന്നു. എന്ന ചതി എന്തുവാ? ദൈവം പറയുന്നു, മനുഷ്യൻ നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമ്മിൽ ഒരുവനെ പോലെ ആയി. അപ്പം എന്താ വ്യത്യാസം? ദൈവം അറിയുന്നത് പോലെ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള പ്രാപ്തി ആർക്കുണ്ടായി? മനുഷ്യനുണ്ടായി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ദൈവം നന്മയും തിന്മയും അറിയുന്നത് അനുഭവിച്ചിട്ടല്ല, അവൻ്റെ ജ്ഞാനത്തിൽ അറിയുന്നത്. പക്ഷെ മനുഷ്യൻ ഇപ്പോൾ നന്മയും തിന്മയും അറിയുന്നത് എങ്ങനെ അറിയാമോ? അനുഭവിച്ചിട്ട്. പാപം എന്താണെന്ന് അവൻ അനുഭവിച്ചിട്ടങ്ങ് അറിഞ്ഞു. രോഗം എന്താണെന്ന് അവൻ അനുഭവിച്ചറിയുക. ശാപം എന്താണെന്ന് അവൻ അനുഭവിച്ചറിയുക. കഷ്ടത എന്താണെന്ന് അവൻ അനുഭവിച്ചറിയുക. വേദന എന്താണെന്ന് അവൻ അനുഭവിച്ചറിയുക. എന്നാൽ ദൈവമോ അവൻ്റെ ജ്ഞാനത്തിലൂടെ അറിയുന്നത്. ഇതാ വ്യത്യാസം. ഇവിടെ പറഞ്ഞത് യേശു പാപം അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? മനുഷ്യൻ പാപം അനുഭവിച്ചറിയുന്നതുപോലെ യേശു കർത്താവ് പാപം അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ പാപം എന്താണെന്ന് അവൻ ഈ ശരീരത്തിൽ വരും മുമ്പ് തന്നെ അറിയാം. എങ്ങനെ അറിയാം? അവൻ്റെ ജ്ഞാനത്തിലൂടെ അറിയാം.
പാപത്തിൽ വീണുപോയ മനുഷ്യനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമത. ദൈവം അറിയേണ്ടതുപോലെ നിത്യതയിൽ അറിയേണ്ടവൻ എങ്ങനെ അറിഞ്ഞു? ഇതെല്ലാം ജീവിതത്തിൽ അനുഭവിച്ച് അറിയാൻ തുടങ്ങി. എന്നാൽ യേശുക്രിസ്തു പാപം അറിഞ്ഞില്ല. ആ പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി എന്താക്കി? പാപമാക്കി. ദൈവം യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. എന്താ അർത്ഥം? യേശുവിനെ പാപമാക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശുവിനെ പാപിയാക്കി എന്നല്ല പറഞ്ഞത്, യേശുവിനെ പാപമാക്കി. എന്താണ് അർത്ഥം? ഞാൻ വ്യക്തമാക്കാം. സ്റ്റീവ്, പ്ലീസ് കം. സ്റ്റീവിനെ എനിക്ക് കിട്ടിയ ആദ്യത്തെ വ്യക്തി. കമോൺ, ദിസ് സൈഡ്. റൈറ്റ്. ഞാനോ പേടിക്കണ്ട. ഓക്കെ, റൈറ്റ്. സ്റ്റീവ് നോക്കിയാട്ടെ. യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്റ്റീവിൽ കാണണം. ഇതാരാണിപ്പോൾ? യേശുക്രിസ്തുവാണ്. ഓക്കെ, ആരാ നിൽക്കുന്നത്? ബൽഗ, യേശുക്രിസ്തു. ക്രൂശിൽ കിടക്കുന്ന യേശുക്രിസ്തുവാണ്. ഓക്കെ, ഇനി ഒന്നാമതായിട്ട് ദൈവം സകല മാനവജാതിയുടെ പാപത്തെയും എവിടെ ചുമത്തി? യേശുവിൻ്റെ മേൽ ചുമത്തി. ഇപ്പോൾ നമ്മുടെ പാപം എന്ത് ചെയ്യും? പുത്രൻ്റെ മേൽ പിതാവ് ചുമത്തി. 2, പുത്രൻ അവൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപത്തെയും ചുമന്നുകൊണ്ട് എവിടെ കയറി? ക്രൂശിന്മേൽ കയറി. ഇപ്പോൾ പുത്രൻ നമ്മുടെ പാപത്തെയും വഹിച്ചുകൊണ്ട് എവിടെ കിടക്കുക? ക്രൂശിൽ കിടക്കുക. ഈ ക്രൂശിൽ ദൈവം പുത്രനെ പാപമാക്കി, നമുക്ക് വേണ്ടി പാപമാക്കി. യെശയ്യാവ് പറഞ്ഞത് പുത്രൻ പാപത്തെ വഹിക്കുമെന്നാണ്. പത്രോസ് പറഞ്ഞത് അവൻ പാപത്തെ ചുമക്കുമെന്നാണ്. അതൊക്കെ ശരിയാണെങ്കിലും ഇവിടെ പൗലോസിൻ്റെ വെളിപ്പാട് കുറച്ചും കൂടെ ആഴമേറിയതാണ്. പാപത്തെ ചുമന്നു എന്ന് മാത്രമല്ല, ദൈവം യേശുവിനെ എന്താക്കി? നമുക്ക് വേണ്ടി പാപമാക്കി. എന്താ അതിനർത്ഥം? വ്യക്തമാക്കാം. നോക്കി, ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ ആയിരക്കണക്കിന് വരുന്ന സാധാരണക്കാരായ യഹൂദന്മാർ നിൽപ്പുണ്ട്. ഓക്കെ, ഈ സാധാരണക്കാരായ യഹൂദന്മാർ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് നല്ലൊരു പ്രവാചകനായ, ഒരു നല്ല ഉപദേഷ്ടാവായ, ടീച്ചറായ, ഒരു അത്ഭുത പ്രവർത്തകനായ നസറേത്തിലെ യേശു എന്ന പ്രവാചകനാണ് ക്രൂശിന്മേൽ കിടക്കുന്നത്. സാധാരണക്കാരായ ജനത്തിന് അത്ഭുത പ്രവർത്തകനും നല്ല ഉപദേഷ്ടാവും നല്ല പ്രവാചകനുമായ നസറേത്തിലെ യേശുവാണ് എവിടെ കിടക്കുന്നത്? ക്രൂശിന്മേൽ കിടക്കുന്നത്. ഇനി ജനക്കൂട്ടത്തിനിടയിൽ യഹൂദന്മാരുടെ മതനേതാക്കന്മാർ നിൽപ്പുണ്ട്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാർ നിൽപ്പുണ്ട്. അവരാണ് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. ഈ മതനേതാക്കന്മാർ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് ആരെന്നറിയാമോ? ട്രബിൾ മേക്കർ, പ്രോബ്ലം മേക്കർ, ജീസസ് ഓഫ് നാസറേത്ത്. കഴിഞ്ഞ 3.5 വർഷക്കാലം തങ്ങളുടെ സമ്പ്രദായങ്ങൾക്കും തങ്ങളുടെ ആചാരങ്ങൾക്കും എതിരെ സംസാരിച്ച് തങ്ങൾക്ക് തലവേദന ഉണ്ടാക്കിയ നസറേത്തിലെ കുഴപ്പക്കാരനായ യേശു അവിടെ കിടക്കുന്നത് ക്രൂശിൽ. അപ്പോൾ യഹൂദന്മാർക്ക് കുഴപ്പക്കാരനായ, ട്രബിൾ മേക്കർ, പ്രോബ്ലം മേക്കറായ യേശുവാണ് ക്രൂശിന്മേൽ കിടക്കുന്നത്. നോക്കിയാട്ടെ, ഇനി യേശുവിനെ ക്രൂശിച്ച റോമൻ പടയാളികൾ ക്രൂശിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. ഈ റോമൻ പടയാളികൾ ക്രൂശിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ ആരാ അവർക്ക് ക്രൂശിൽ കിടക്കുന്നത്? യഹൂദന്മാരുടെ രാജാവ്. റോമൻ പടയാളികൾക്ക് ക്രൂശിൽ കിടക്കുന്നത് ആരാ? യഹൂദന്മാരുടെ രാജാവായ നസറേത്തിലെ യേശുവാണ്. ഇനി യേശുവിൻ്റെ ശിഷ്യന്മാർ അവിടെ ഇവിടങ്ങളിലായിട്ട് ചിതർനിൽപ്പുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രൂശിൽ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ അവർക്കാരാണ് ക്രൂശിൽ കിടക്കുന്നതെന്ന്? സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുത്രൻ. അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയുമായ മശിഹ, ക്രിസ്തു, ദൈവത്തിൻ്റെ പുത്രനാണ് ക്രൂശിൽ കിടക്കുന്നത്. ഇനി
യേശുവിൻ്റെ അമ്മ മറിയം ക്രൂശിന് അടുക്ക നിൽപ്പുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയം ക്രൂശിൽ നോക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ മറിയത്തിന് ക്രൂശിൽ കിടക്കുന്നത് നിങ്ങൾക്കറിയാമോ? തൻ്റെ ആദ്യജാതനായ പുത്രൻ യേശുവ. ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ പുത്രനാണ് ക്രൂശിൽ കിടക്കുന്നത്. മറിയത്തിന് തൻ്റെ ആദ്യജാതനായ ഫസ്റ്റ് ബോൺ ചൈൽഡായ യേശുവാണ് ക്രൂശിൽ കിടക്കുന്നത്. ഇനി കേട്ടാട്ടെ. എന്നാൽ സ്വർഗത്തിലെ പിതാവാം ദൈവം ക്രൂശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ അല്ല. ആമേൻ. സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് ഇപ്പോൾ ക്രൂശിൽ കിടക്കുന്നത് ആരല്ല? തൻ്റെ ഏകജാതനായ പുത്രനല്ല, പിന്നെയോ ലോകത്തിൻ്റെ പാപമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് ഇപ്പോൾ തൻ്റെ പുത്രനല്ല, പിന്നെ ദ സിൻ ഓഫ് ദ വേൾഡ്, നോട്ട് ദ സൺ ബട്ട് ദ സിൻ ഓഫ് ദ വേൾഡ്. എന്താ അർത്ഥം? പിതാവാം ദൈവം മനുഷ്യൻ്റെ പാപത്തെ പുത്രൻ്റെ മേൽ ചുമത്തി, പുത്രൻ നമ്മുടെ പാപത്തെയും ചുമന്നുകൊണ്ട് എവിടെ കയറി? ക്രൂശിന്മേൽ കയറി. പിതാവാം ദൈവം പുത്രനെ എന്തായി കണ്ടു? പാപമായി കണ്ടു. അഥവാ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ സ്ഥാനത്ത് ആരെ കണ്ടു? പുത്രനെ കണ്ടു. ശ്രദ്ധിക്കണമേ, ദൈവം നീതിമാനായ ന്യായാധിപനാണ്. ഗാഡ് ഈസ് എ റൈച്ചസ് ജഡ്ജ്. അവൻ നീതിമാനായ ന്യായാധിപനായതുകൊണ്ട് തൻ്റെ നീതിക്കൊത്തവണ്ണം പാപത്തെ ന്യായം വിധിച്ചേ പറ്റൂ. ആമേൻ. അവൻ പാപത്തെ ന്യായം വിധിക്കുന്നില്ലെങ്കിൽ അവൻ ആരല്ല? നീതിമാനായ ന്യായാധിപനല്ല. 2, അവൻ അതിപരിശുദ്ധനായതുകൊണ്ട് അവൻ പാപത്തെ സഹിക്കത്തില്ല. ആമേൻ. God is so holy, so he cannot tolerate sin. പാപം കണ്ടാൽ അവന് പാപത്തെ സഹിക്കാൻ പറ്റത്തില്ല. എവിടെ പാപം കണ്ടാലും അവൻ്റെ ക്രോധം വെളിപ്പെട്ട് വരും. പഴയ ഉടമ്പടി പുസ്തകം വായിക്കുമ്പോൾ വളരെ കോപിഷ്ഠനായ ഒരു ദൈവത്തെ കാണാൻ പറ്റും. ശരിയല്ലേ? ദൈവം കഠിനമായി ജനത്തെ ശിക്ഷിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ ഭാഗമെല്ലാം ഒന്ന് വായിച്ചു നോക്കിയേ. എന്തുകൊണ്ടാണ് കോപം വന്നത്? പാപത്താൽ. ആമേൻ. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കാനുള്ള ഒറ്റ കാരണം എന്ത് മാത്രമേ ഉള്ളൂ? പാപം. എന്തുകൊണ്ടാണ് കോപം വരുന്നത്? കാര്യമെന്താ? പാപത്താൽ കോപം വന്നു. പക്ഷെ എന്താ അതിന് അടിസ്ഥാന കാരണം? ദൈവത്തിൻ്റെ 2 സവിശേഷ ഗുണമാണ്. ഒന്ന്, ഹി ഈസ് ഹോളി. സെക്കൻഡ്ലി, ഹി ഈസ് എ റൈച്ചസ് ജഡ്ജ്. അവൻ അതിപരിശുദ്ധനായതുകൊണ്ട് അവന് പാപത്തെ സഹിക്കാൻ പറ്റില്ല. അവൻ നീതിമാനായ ന്യായാധിപനായതുകൊണ്ട് പാപത്തെ എന്ത് ചെയ്യണം? ന്യായം വിധിച്ചിരിക്കണം. അവൻ പാപത്തെ ന്യായം വിധിക്കുന്നില്ലെങ്കിൽ അവൻ ആരല്ല? നീതിമാനായിരിക്കുന്ന ന്യായാധിപനല്ല. റോമാലേഖനത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ക്രോധം സ്വർഗത്തിൽ നിന്നും ജ്വലിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. എന്താ? പാപത്തിനെതിരെ. ആമേൻ. ഇപ്പോൾ കാണണം നിങ്ങൾ, മാനവജാതിയുടെ പാപത്തെ മുഴുവനും പുത്രൻ്റെ മേൽ ചുമത്തി പുത്രനെ ദൈവം പാപമാക്കി കഴിഞ്ഞപ്പോൾ, പാപം മുഴുവനും പുത്രൻ്റെ മേൽ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ ക്രോധം മുഴുവനും എങ്ങോട്ടിറങ്ങി വന്നു? പുത്രൻ്റെ മേൽ വന്നു. കേട്ടെ, ദൈവത്തിൻ്റെ അത്യുഗ്രമായ കോപം എവിടെ ഇറങ്ങി വന്നു? പുത്രൻ്റെ മേൽ. ഇപ്പോൾ ദൈവം അതിപരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് പുത്രനെ പോലും അവൻ സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം പുത്രനെ എന്ത് ചെയ്തു? കൈവിട്ടു. നിത്യത മുഴുവനും പിതാവുമായി ഒന്നായിരുന്ന പുത്രൻ, തൃത്വത്തിൻ്റെ വെളിപ്പാടൊന്നും പറയാൻ സമയം എനിക്കില്ല ഇപ്പോൾ. നിത്യത മുഴുവനും പിതാവുമായി ഒന്നായിരുന്ന പുത്രൻ മാനവജാതിയുടെ പാപത്തെ വഹിച്ചപ്പോൾ അതിപരിശുദ്ധനായ പിതാവാം ദൈവത്തിന് പുത്രനുമായി ഇനി ബന്ധമില്ല. പിതാവാം ദൈവം പുത്രനെ കൈവിട്ടു. ആമേൻ. അതാണ്
നിത്യമായ മരണത്തിൻ്റെ വെളിപ്പാട്. എന്തുവാ പാപത്തിന് ഏറ്റവും വലിയ ശിക്ഷ യേശു അനുഭവിച്ചത്? ശാരീരിക പീഡനമാണോ? മാനസിക പീഡനമാണോ? ക്രൂശിൻ്റെ വേദനയാണോ? അല്ല. നിത്യത മുഴുവനും പിതാവുമായി ഒന്നായിരുന്നവൻ പാപമേറ്റെടുത്തപ്പോൾ അതിപരിശുദ്ധനായ ദൈവത്തിൽ നിന്നും എന്ത് ചെയ്തു? വേർപെട്ടു പോയി. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. പാപം മുഴുവനും പുത്രന്റെ മേൽ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അത്യുഗ്രമായ ക്രോധം പുത്രന്റെ മേൽ ഇറങ്ങി വന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം പറയുന്നു, പാപത്തിന് 8:3-4 പാപത്തിന് യേശുവിൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു, അവനെ തകർത്തു കളഞ്ഞു. ആമേൻ. നമ്മുടെ പാപത്തെ ചുമത്തി യേശുവിനെ പാപമാക്കിയിട്ട് ദൈവത്തിൻ്റെ അത്യുഗ്ര ക്രോധം പുത്രന്റെ മേൽ ഇറങ്ങി വന്ന് പാപത്തിനോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധി പുത്രന്റെ ബോഡിയിൽ നടത്തി പുത്രനെ എന്ത് ചെയ്തു? തകർത്തു കളഞ്ഞു. ശ്രദ്ധിക്കണമേ, പാപം മനുഷ്യൻ്റെ മേലാണെങ്കിലും പാപം സ്വന്തം പുത്രൻ്റെ മേലാണെങ്കിലും ദൈവം എന്ത് ചെയ്യണം? ന്യായം വിധിക്കണം. ആമേൻ. നാം പാപം ചെയ്തപ്പോൾ, ആദം പാപം ചെയ്തപ്പോൾ ദൈവം ന്യായം വിധിച്ചു. കാര്യം എന്താ? അവൻ്റെ നീതി നിമിത്തമാണ്. ഞാനും നിങ്ങളും പാപം ചെയ്തതുകൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്തു? ന്യായം വിധിച്ചു. കാര്യം എന്താ? അവൻ ആരായതുകൊണ്ടാ? നീതിമാനായതുകൊണ്ടാ. ആദം പാപം ചെയ്തപ്പോൾ ദൈവം വിശുദ്ധനായതുകൊണ്ട് ആദാമിൽ നിന്നും ദൈവം മാറി നിന്നു, വേർപെട്ടു. അതുപോലെ പാപം പുത്രന്റെ മേൽ വന്നപ്പോൾ ദൈവം പുത്രനിൽ നിന്നും എന്ത് ചെയ്തു? വേർപെട്ടു. പാപം പുത്രന്റെ മേൽ കണ്ടപ്പോൾ നമ്മുടെ മേൽ വന്ന അതേ കോപം എവിടെ ഇറങ്ങി വന്നു? പുത്രന്റെ മേൽ ഇറങ്ങി വന്നു. പാപം നമ്മുടെ മേലാണെങ്കിലും സ്വന്തം പുത്രന്റെ മേലാണെങ്കിലും ദൈവത്തിന് ഒരേ ഒരു ന്യായവിധിയെ ഉള്ളെന്ന് ദൈവം തെളിയിച്ചു. പുത്രനെ ന്യായം വിധിച്ച് തകർത്തതിലൂടെ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തി. എന്തോ ദൈവത്തിൻ്റെ നീതി? ഞാൻ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പറഞ്ഞു വെക്കുക. എന്ത് ദൈവനീതി? പാപം നമ്മുടെ മേലാണെങ്കിലും പാപം സ്വന്തം പുത്രന്റെ മേലാണെങ്കിലും ദൈവത്തിൻ്റെ നീതി അനുസരിച്ച് അവൻ ന്യായം വിധിച്ചേ പറ്റൂ. അങ്ങനെ പാപം പുത്രന്റെ മേലാക്കി പുത്രനെ പാപത്തിൻ്റെ സ്ഥാനത്ത് കണ്ട് ആ ദൈവത്തിൻ്റെ ക്രോധം വെളിപ്പെടുത്തി ദൈവം പുത്രനെ ന്യായം വിധിച്ചതിലൂടെ ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തി. ആമേൻ. ഇപ്പോൾ ആര് ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവം യേശുക്രിസ്തു നടത്തിയെടുത്ത പാപപരിഹാര യാഗത്തിൽ, ഈ പാപത്തിൻ്റെ ന്യായവിധിയിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് എന്തു കൊടുക്കുകയാണ്? ഈ ദൈവത്തിൻ്റെ നീതി കൊടുക്കുകയാണ്. 2 കൊരിന്ത്യർ 5:21 വീണ്ടും വായിച്ചേ. പാപമറിയാത്തവനെ നാം അവനിൽ, ആരിൽ? യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. കേട്ടോ നിങ്ങൾ, നാം ക്രിസ്തുവിൽ ആരായി തീരുക? നിങ്ങളെ പദം കാണണം. നാം ക്രിസ്തുവിൽ ഇപ്പോൾ ആരായി തീരുക? ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിനാണ് ദൈവം യേശുവിനെ പാപമാക്കി പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ ജഡത്തിൽ കൊടുത്തത്. ഇതാര് വിശ്വസിക്കുന്നുവോ അവർക്ക് എന്ത് ലഭിക്കുകയാണ്? ക്രൂശിൽ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നീതി ലഭിക്കുകയാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി 10-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യം വരെ ഈ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാളെ നമ്മളത് വേഗത്തിൽ കാണും. ഞാൻ ഇന്ന് ഇതിൻ്റെ മുഖവുര പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? പിതാവാം ദൈവം നിങ്ങളുടെ പാപത്തെ പുത്രന്റെ മേൽ ചുമത്തിയെന്നും പുത്രൻ നിങ്ങളുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയെന്നും പിതാവാം ദൈവം പുത്രനെ പാപമാക്കിയെന്നും പാപത്തിൻ്റെ മേൽ ഉള്ള ദൈവത്തിൻ്റെ ഉഗ്രക്രോധം പുത്രന്റെ മേൽ ഇറങ്ങി വന്നുവെന്നും പുത്രനെ ദൈവം ക്രൂശിൽ ന്യായം വിധിച്ചുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇത്രയും കാര്യങ്ങൾ ദൈവം ചെയ്തത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. പുത്രൻ വന്നത് നമ്മുടെ സ്ഥാനത്താ. അങ്ങനെ വിശ്വസിക്കുന്നവർ എന്തു പ്രാപിക്കുകയാണ്?
ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയായി തീരുകയാണ്. യു ആർ റിസീവിങ് ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്. എന്താ ദൈവത്തിൻ്റെ നീതി? ഞാൻ നീതിയെക്കുറിച്ച് പറഞ്ഞു. പാപം നമ്മുടെ മേലാണെങ്കിലും, പാപം സ്വന്തം പുത്രൻ്റെ മേലാണെങ്കിലും ദൈവം തൻ്റെ നീതിക്കൊത്തവണ്ണം ന്യായം വിധിച്ചേ പറ്റൂ. പുത്രൻ്റെ മേൽ പാപം കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? ന്യായം വിധിച്ചു. അവിടെ എന്ത് വിളിച്ചു പറഞ്ഞു? ഞാൻ നീതിമാനായ ന്യായാധിപനാണ്. ഇനി ആര് എൻ്റെ പുത്രനെ വിശ്വസിക്കുന്നുവോ അവന് ഞാൻ എൻ്റെ പുത്രനിൽ വെളിപ്പെടുത്തിയ നീതി ദാനമായി കൊടുക്കും. ആമേൻ. ഇത്രയും വായിച്ച് നിർത്തിയിട്ട് നിങ്ങൾ നേരെ ഇനി വന്നാട്ടെ 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം. 10-ാം അധ്യായത്തിൻ്റെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം നാളെ പറയും, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. വായിച്ചോ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്താ അർത്ഥം? രക്ഷിക്കപ്പെടും. എന്താ അർത്ഥം? നമ്മുടെ ശിക്ഷ ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. ശിക്ഷ നടന്നു കഴിഞ്ഞു. അവൻ്റെ ക്രോധം വെളിപ്പെടുത്തി കഴിഞ്ഞു. ന്യായവിധി കഴിഞ്ഞു. പാപത്തിൻ്റെ ശിക്ഷ നടന്നു കഴിഞ്ഞു. ഇനി അതെങ്ങനെ എനിക്ക് പ്രാപിക്കാൻ പറ്റും? 2 കാര്യം ചെയ്യണം. ഒന്നെന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കണം. അത്രമാത്രം മതിയോ? പോരാ. എന്ത് ചെയ്യണം? കുറച്ചും കൂടെ അതിൻ്റെ പുറകിൽ വിശ്വസിക്കാൻ വേണ്ടിയുണ്ട്. ഒന്ന് ദൈവം എൻ്റെ പാപത്തെ പുത്രൻ്റെ മേൽ ചുമത്തി എന്ന് ഞാൻ വിശ്വസിക്കണം. 2 പുത്രൻ എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് വിശ്വസിക്കണം. 3 പുത്രനെ ദൈവം എനിക്ക് വേണ്ടി എന്താക്കി? പാപമാക്കി എന്ന് വിശ്വസിക്കണം. 4 എൻ്റെ ശിക്ഷ, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ പുത്രൻ്റെ മേൽ കൊടുത്ത് ദൈവം പുത്രനെ ന്യായം വിധിച്ചെന്ന് വിശ്വസിക്കണം. 4 പുത്രൻ എന്ത് ചെയ്തു? മരിച്ചു. 5 പുത്രൻ അടക്കപ്പെട്ടു. 6 ദൈവം പുത്രനെ എനിക്ക് പകരമായിട്ട് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്നിട്ട് പറയണം, ഇന്ന് തൊട്ട് യേശുവാണ് കർത്താവ്. ഇത്രയും വിശ്വസിക്കുകയും യേശു കർത്താവാണെന്ന് നിങ്ങൾ വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെട്ടു. ഇനി 10-ാം വാക്യം പറയുന്നു, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. ഹൃദയത്തിൽ എന്താ വിശ്വസിക്കുന്നത്? ഹൃദയത്തിൽ എന്താ വിശ്വസിക്കേണ്ടത്? മനസ്സിലായോ? നിങ്ങൾ അത്ര ശ്രദ്ധിച്ചു പഠിക്കുന്നവരല്ലെന്ന് മനസ്സിലായോ? നിങ്ങൾ ഈ പ്രസംഗം കേട്ട് ട്യൂൺ ചെയ്യപ്പെട്ടവരാ, അതുകൊണ്ട് ഇച്ചിരി പ്രയാസം. ഹൃദയത്തിൽ എന്താ വിശ്വസിക്കേണ്ടത്? ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാ? രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, ക്രൂശിൽ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നീതി പ്രാപിക്കാൻ വേണ്ടിയാ. ആമേൻ. വാഗൊണ്ട് ഏറ്റു പറയുന്നതിന് വേണ്ടിയാ, രക്ഷിക്കപ്പെടാൻ വേണ്ടിയാ. എന്താ രക്ഷിക്കപ്പെടുക? അർത്ഥം ശിക്ഷയിൽ നിന്നും വിടുവിക്കപ്പെടുക, നിത്യമരണത്തിൽ നിന്നും വിടുവിക്കപ്പെടുക. ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല. എന്തിനാ? ക്രൂശിൽ വെളിപ്പെടുത്തിയ, പുത്രനിൽ വെളിപ്പെടുത്തിയ സ്വർഗത്തിലെ പിതാവിൻ്റെ നീതി പ്രാപിക്കാൻ വേണ്ടിയാ. അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിൻ്റെ രക്ഷ പ്രാപിച്ചു. എന്തും പ്രാപിച്ചു? ദൈവത്തിൻ്റെ നീതിയും പ്രാപിച്ചു. ഇത്രയും ചിന്ത നിങ്ങളുടെ അകത്ത് വെച്ചിട്ട് വേണം ഇന്ന് മടങ്ങിപ്പോകാൻ. പോയി റോമാലേഖനം 1-ാം അധ്യായം തുടങ്ങി 10 വരെ വായിക്കണം. നാളെ നമ്മൾ ഇതിൻ്റെ അടുത്ത ലെവലിലുള്ള വചന പഠനത്തിന് വേണ്ടി പോവുകയാണ്. ഇത് നാം അറിഞ്ഞെങ്കിൽ മാത്രമേ നാം രക്ഷിക്കപ്പെട്ടെന്നും ദൈവത്തിൻ്റെ നീതി പ്രാപിച്ചെന്നും നീതിയുടെ ഫലമായി നീതീകരിക്കപ്പെട്ടെന്നും അതിൻ്റെ ഫലമായി നാം നീതിമാന്മാരായെന്നും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ അകത്ത് നീതിയുടെ കവചം വരുത്തുള്ളൂ.
നീതിയുടെ കവചമില്ലെങ്കിൽ ഇനി വരുന്ന പാപത്തെ എതിർക്കാൻ ശക്തി ഉണ്ടാകത്തില്ല. നീതിയുടെ കവചം നിങ്ങളുടെ മനസ്സാക്ഷിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. നീതിയുടെ കവചം നിങ്ങളുടെ ഹൃദയത്തെ പാപത്തിൽ നിന്നും സംരക്ഷിക്കും. നീതിയുടെ കവചമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പാപത്തിൽ വീണുപോയാൽ നമ്മൾ കുറ്റബോധത്തിൽ കിടക്കും. കുറ്റബോധമകത്തുണ്ടെങ്കിൽ പിശാചിൻ്റെ തന്ത്രത്തിന് എതിരെ നിൽപ്പാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ നീതിയുടെ രക്ഷയുടെ അടിസ്ഥാനപരമായ ചിന്തകൾ പറഞ്ഞു. നാളെ നമ്മളതിൻ്റെ അടുത്ത ലെവലിൽ ചിന്തിക്കും. നമുക്ക് ഒരുമിച്ച് ഈ ദിവസം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് നന്ദി പറയാം. നമ്മെ രക്ഷിപ്പാൻ, നമ്മെ നീതീകരിപ്പാൻ ദൈവം തൻ്റെ നീതി ക്രൂശിൽ പ്രദർശിപ്പിച്ചുവല്ലോ. ആ ദൈവത്തിൻ്റെ നീതിക്കായി നമുക്കിന്ന് അവന് നന്ദി പറയാം. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ പകരക്കാരനായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പിതാവാം ദൈവം നമ്മുടെ എല്ലാവരുടെയും പാപത്തെ പുത്രന്റെ മേൽ ചുമത്തി. അതങ്ങ് വെളിപ്പാടായി തീരട്ടെ. ഇനി നാം പാപത്തെ ചുമക്കേണ്ട ആവശ്യമില്ല. 2, പുത്രൻ നമ്മുടെ സ്ഥാനത്ത് നമുക്ക് പകരമായി നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. 3, പിതാവാം ദൈവം പുത്രനെ പാപമാക്കി. 4, പാപത്തിൻ്റെ ന്യായവിധി പിതാവാം ദൈവം പുത്രൻ്റെ ശരീരത്തിന്മേൽ കൊടുത്തു. 5, പിതാവാം ദൈവം പാപത്തെ പുത്രൻ്റെ മേൽ ന്യായം വിധിച്ച് അവനെ തകർത്തു കളഞ്ഞു. അങ്ങനെ ദൈവം തൻ്റെ നീതിയും തൻ്റെ രക്ഷയും പുത്രനിൽ വെളിപ്പെടുത്തി. ഇനി ആര് പുത്രനെ വിശ്വസിക്കുന്നുവോ, ആര് പുത്രനെ ഏറ്റുപറയുന്നുവോ, അവർ വിശ്വാസത്താൽ ഈ ദൈവത്തിൻ്റെ രക്ഷയും ദൈവത്തിൻ്റെ നീതിയും പ്രാപിക്കുകയാണ്. ആ രക്ഷയും നീതിയും പ്രാപിച്ചവൻ ഈ ഭൂമിയിൽ ജീവിതത്തിൽ വാഴാൻ തുടങ്ങും. ആ രക്ഷ അവനൊരു ശിരസ്ത്രമായി മാറ്റപ്പെടും. നീതി അവനൊരു കവചമായി മാറ്റപ്പെടും. അവൻ ഈ ഭൂമിയിൽ ജയകരമായ ഒരു ആത്മീയ ജീവിതമുണ്ട്. കർത്താവേ, ഈ വചനങ്ങളുടെ ആഴമേറിയ പ്രകാശനം ഇന്ന് രാത്രിയിൽ നിന്റെ മക്കളുടെ ഹൃദയത്തിൽ അങ്ങ് നിറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ മടങ്ങിപ്പോകുമ്പോൾ ഈ ആഴമേറിയ ബോധ്യത്തോടെ ദൈവനീതിയുടെ വെളിപ്പാട് തിരിച്ചറിഞ്ഞവരായി മടങ്ങിപ്പോകും. അങ്ങ് സഹായിക്കുമല്ലോ. നിന്റെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിക്കുകയാണ്. കർത്താവേ, ദിവസങ്ങൾ ആഴമേറിയ വെളിപ്പാട് കൊടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നിറയ്ക്കണമേ. വചനത്തെ ഉള്ളതുപോലെ ഗ്രഹിപ്പാനുള്ള പ്രാപ്തി തരുമാറാകണമേ. ഞങ്ങൾ വചനം കേട്ടിട്ട് കർത്താവ് ശക്തി പ്രാപിപ്പാനായി ഞങ്ങളങ്ങ് സഹായിക്കുമല്ലോ. കർത്താവേ, നിന്റെ ഓരോ വചനവും ഞങ്ങൾക്ക് ജീവനാക്കി തീർക്കുമല്ലോ. സകല മഹത്വം പിതാവിന് യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.